ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകൊച്ചിനെ എല്ലാവരും കൂടി കൂട്ടം കൂടിയില്ല ചെന്നായ്ക്കളെ പോലെ നാല് ചുറ്റും നിന്ന് ആക്രമിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു ആഴ്ചയായിട്ട് കാണുന്നത്. എന്താ പറയുന്നത്, നൂറയുടെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്മളിപ്പോൾ പരദൂഷണം കമ്മിറ്റി എന്നൊക്കെ ഇട്ട്, പക്ഷേ അല്ല, വള്ളിക്കളസങ്ങൾ, ഈ വള്ളിക്കളസങ്ങൾ, പാവാട വള്ളികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രൂപ്പ് അപ്പാനി എന്ന് പറഞ്ഞാൽ പെങ്കോന്തൻ, പെണ്ണൻ, അവൻ്റെ പേര് കമ്പം, തള്ള്, അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ കക്കൂസ് അക്ബർ, ചീവീട് റെന, എന്താ കുത്തിത്തിരിപ്പ് ചൈന ബിന്നി, പിന്നെ അതുപോലെ ജിസേൽ അമ്മായി, അവൾക്ക് പിന്നെ പേര് വേറെയൊക്കെ ഇടാൻ ഇഷ്ടം പോലെ പേരുണ്ട്, പിന്നെ പെങ്കോന്തൻ, ആര്യൻ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയ എന്താ പറയുക, ഒരുപാട് പ്ലാൻസാണ്. ഈ ഒരു പെണ്ണിനെ ഒരാഴ്ചയായിട്ട് ഏറെയായിട്ട് ഓരോ നിമിഷവും അങ്ങ് പാട്ടുപാടിയും ഓരോന്ന് ചപ്പാത്തിക്കള്ളി, തീട്ടം, നാറി, എന്തുവാ കക്കൂസ്, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പട്ടിയുടെ മുഖമുള്ളവൾ, ഈ റെന എന്ന് പറയുന്നവൾ വിളിക്കുകയാണ് പട്ടിയുടെ മുഖമുള്ളവൾ. അങ്ങനെ ഇത് ഒരാഴ്ച കൊണ്ട് നടക്കുന്ന അതിൻ്റെ പ്രോസസ്സായിട്ട് തന്നെ ഇവരെ തന്നെ ജയിലിലേക്ക് അയക്കുമെന്ന് ഉറപ്പായിരുന്നു അനുമോളുടെ കൂടെ അനീഷിനെയാണ്. എന്ത് കാര്യത്തിനാണ് അനീഷിനെ ജയിലിൽ അയച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ അനീഷിനും കൂടെ അനീഷ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും അനീഷിനെ അനുമോളെയും കൂടി ജയിലിലടയ്ക്കാനായിട്ട് ഭാവിച്ചിട്ട് ജയിൽ ഡ്രസ്സ് വന്നപ്പോൾ തന്നെ ഈ അപ്പാനി ശരത്ത് പറയണം, അവളെ ഞാൻ ജയിലിലടയ്ക്കാൻ വേണ്ടി അവളെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. അതിൻ്റെ വാശിയായിരുന്നു. ഇവൻ ആരാന്ന് ഇവൻ്റെ വിചാരം? എന്നിട്ട് അവൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങ് പറയുകയാണ്. അവന് പരിചയമുള്ള ആൾക്കാരാണ്, ഇവൾക്ക് അതാണ്ട് ഈ എന്തോ പറയണേ, ഇവള് ഈ ഫീൽഡിൽ നിന്നപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇവൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് അടുത്തിരുന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ ഞാൻ ഇത് പറയാൻ കാര്യം, ഇവൻ പെൺപിള്ളാരെ കൊണ്ടെല്ലാം കണ്ണേട്ടാന്ന് വിളിപ്പിക്കും. ഇപ്പോൾ നൂറ ഒരു കാര്യം പറയുന്നു, നൂറ ശരത്തേന്ന് വിളിച്ചൊന്നു, നൂറ അപ്പോൾ കണ്ണേട്ടാന്ന് വിളിപ്പിക്കും. നാണമില്ല ഇവന് പെണ്ണുങ്ങളുടെ ഇടയിൽ കയറി ഇന്ന് കണ്ണേട്ടാന്ന് വിളിപ്പിക്കാൻ. അവനവന് വീട്ടിൽ പെണ്ണുമ്പിള്ള, അവൻ്റെ മൂന്നാമത്തെ ഗർഭിണിയായിട്ടിരിക്കുന്ന പെണ്ണുമ്പിള്ള ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടുത്തെ പെൺപിള്ളാരുമായിട്ടെല്ലാം കൂടെ ഇരുന്ന് ചുറ്റിക്കളിയായിരുന്നു. അനുമോളെ അതിന് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. നൂറായും ആദിലയും വേറൊരു കാറ്റഗറിയാണല്ലോ, അവരെയും ശ്രമിച്ച് നോക്കിക്കാണും. ഇത്രയും എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴേ ഇത്രേ പറയുന്നുള്ളൂ. ആരെങ്കിലും ഇതിനെ ഏതെങ്കിലും രീതിയിൽ കമൻ്റായിട്ട് വന്നാൽ ഞാൻ ശരിക്കും വെച്ച് കാച്ചി തരും. ഏതെങ്കിലും അപ്പാനിയുടെ ഏതെങ്കിലും മറ്റേ മക്കൾ വന്നാൽ ഉറപ്പായിട്ട് ഞാൻ നല്ല ശരിക്ക് പറഞ്ഞുതരും. അങ്ങനെ ഇവന് എന്തായാലും പിന്നെ എന്താ പറയണേ, അനുമോൾ കുളിക്കാൻ പോയിരുന്നത്, കുളിച്ച് കഴിഞ്ഞിട്ട് അവൾ വന്ന് വാങ്ങിച്ചുകൊണ്ടാണ് പോയി. എന്തൊക്കെ ഡ്രാമ ചെയ്യാനായിരുന്നു, പക്ഷേ നടന്നില്ല. എന്തായാലും അവൾ പിന്നെ വന്ന് ജയിൽ ഡ്രസ്സ് ഇട്ട്, അയ്യോ ജയിലിൽ കയറ്റി കഴിഞ്ഞിട്ട് എന്തോരം മോശമായിട്ടാണ്. ഇതുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ജയിലിൽ പോണ ആൾക്കാർ വളരെ മോശമായിട്ട് പാരഡി, ഈ കക്കൂസ് അക്ബർ, അവൻ്റെ അക്ബർ എന്നുള്ള പേര് പറയത്തില്ല, കക്കൂസ് അക്ബർ വളരെ മോശമായിട്ട് പാടി. കക്കൂസ് അക്ബർ, ഈ ഗിരിരാജൻ കോഴി ആര്യൻ, അതുപോലെ തന്നെ കമ്പം, പെങ്കോന്തൻ, അപ്പാനി ശരത്ത്, അതുപോലെ ചീവീട് റെന, എല്ലാവരും കൂടി കിടന്ന് പാട്ട് പാടുന്നു ഒരു ജയിലിൻ്റെ മുന്നിൽ. ഇതുവരെ നമ്മൾ ബിഗ് ബോസ് ഷോ സീസൺ 1 തൊട്ട് കണ്ട ഒരാളാണ് ഞാൻ. തരികിട സാബുവിൻ്റെ ആ ഒരു സീസൺ തൊട്ട് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോഴേ ഡോക്ടർ റോബിൻ്റെ സമയമാണ് ഇങ്ങനെ ഒരാളിനെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പെണ്ണിനെയാണ്, ഒരു സ്ത്രീയാണ് വളരെ ചെന്നായ്ക്കളെ പോലെ കൂട്ടം കൂടി നിന്നങ്ങ് ആക്രമിക്കുകയാണ്. അവൾ എന്തുമാണ് ചെയ്തത്? അവളെ കാര്യം നോക്കുന്നു, അവളെ സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നു, അവളെ കബോർഡ്സിൽ നിന്ന് എടുത്തു മാറ്റുന്നു. എന്തോ കാണണം, എന്തൊക്കെയാണെന്നറിയാമോ ചെയ്യുന്നത്? എന്തോരം മര്യാദകേടാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ഡ്രാമ. എന്നിട്ട് പറയും ബിഗ് ബോസ് ഇവർക്ക് ഭയങ്കരമായ ഒരു ടാസ്ക് കൊടുക്കൂ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കൂ എന്നും പറഞ്ഞ് അവൻ ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യതയാണ് എന്താ അവനുണ്ടായിരുന്നത്. ഇവന് ഇത് ഗ്രൂപ്പ് കളിയാണ്. ഇപ്പം തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ട് ആരെയാണ് വന്നേക്കുന്നത്? പിന്നെ റെന, ബിന്നി, അതുപോലെ നെവീൻ. ഇപ്പം നെവീൻ എന്തായാലും കുറച്ച് മാറിയിട്ടുണ്ടോ, അവൻ എന്തൊക്കെയോ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അവൻ പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത്, ഈ ക്രൂ ഉണ്ടല്ലോ, അവരെല്ലാം എവിടെയോ എന്തോ അവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വളരെ കുറച്ച്, അതേപോലെ പിന്നെ നമ്മുടെ അനുമോളെയും നൂറയായാലും ആതിരയായാലും അതുപോലെ തന്നെ ടാർഗറ്റ് അല്ലെന്ന് പറയുകയും ചെയ്തല്ലോ. അവരെൻ്റെ ഒരു ടാർഗറ്റേ അല്ല. അനീഷിനെയൊക്കെ വളരെ കുറച്ചാണ് പറയുന്നത്. അവനങ്ങ് ഒരുപാട് സൈലൻ്റായി. അവൻ ഇന്നലെ പോയിട്ട് വന്ന അതുവരെ ഉണ്ടായിരുന്ന ആളെയല്ല, പഴയ ആളായി. ഒരാഴ്ച കൊണ്ട് അവനുണ്ടായിരുന്നു. അവൻ ഞാൻ ജിസേലിൻ്റെ മടിയിൽ കയറി ഇരുന്ന് അവൻ ഈ ഉണ്ടാക്കിയ അടുത്ത് എല്ലാം മാറിയിട്ടാണ് അവനിപ്പോൾ വന്നേക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇനി അതിൻ്റെ പുതിയ അടവാണോ എന്നറിയത്തില്ല. എന്തായാലും അവൻ കുറച്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെക്കുറിച്ചൊന്നും പറയുന്നില്ല.
അതുപോലെ തന്നെ അതിനുശേഷം എന്തായാലും ജയിലിലടച്ച് ഭയങ്കരമായ ഒരുപാട് നേരം അനിമോളൊന്നും മിണ്ടിയില്ല, ഒരക്ഷരവും ഒരു രണ്ടുപേരും മിണ്ടിയില്ല. പിന്നെ ഇവർ അങ്ങ് പാടി ഡാൻസ് കളിച്ച് അത് ആക്ഷേപമാണ് ഭയങ്കരമായ. കുറേയൊക്കെ കേൾപ്പിച്ചു ബിഗ് ബോസ്. പിന്നീട് ബിഗ് ബോസിനെ തന്നെ മടുത്തു. അതിനുശേഷം റെനയും നമ്മുടെ പിന്നെ നൂറയും കൂടി ഇരുന്ന് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം റെനയും നൂറയും ഇവർ അനിമോളോട് കൂടിയിരിക്കുന്ന അനിമോളുടെ വോട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പം അവർ നൂറ പറയുന്നത് നമ്മൾ അതിന് വന്നപ്പോഴേ അനിമോളോട് കൂടിയല്ല, പിന്നെ ഇടയ്ക്ക് അവളുടെ ഇത് കണ്ടപ്പോൾ നമ്മൾ അവളെ എതിർത്തു എന്നും പറഞ്ഞ് അവളോട് നമ്മൾ ആദ്യം വന്നപ്പോഴേ കൂട്ടായിരുന്നല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇവരെ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങളും അതൊക്കെ സംസാരിച്ചു. മോളോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്ന അതിൽ അപ്പം പറഞ്ഞു, എന്നോട് പറഞ്ഞു നൂറ നിന്നെ അവൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവളുടെ ഇതിലടിയിലാണ് നീ അവൾ പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ വേണ്ടി അവൾ നിന്നെ കൊണ്ട് പുറമെ സംസാരിപ്പിക്കാത്തതാണ് എന്നൊക്കെ പറയുന്നത്. കാരണം രണ്ട് കുട്ടികളെയും കൂടി തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ നാണമില്ല. അവരൊരു കുടുംബമായിട്ട് ജീവിക്കുമല്ലോ, അവരെ തെറ്റിക്കാൻ. അപ്പോൾ ഇവൻ്റെയൊക്കെ ഫാമിലീനെ തെറ്റിക്കണ്ടേ? ഇവനൊക്കെ പറയുന്നു അയ്യോ ഫാമിലി തൊട്ട് കളിക്കുക, നിങ്ങളെ ഫാമിലി തൊട്ടുകൾ. ഇവൻ്റെയൊക്കെ ഈ ഗുണങ്ങൾ വീട്ടിലിരുന്ന് നാട്ടുകാരിരുന്ന് കാണും. അവരൊക്കെ കല്ലെറിയ ഇവനൊക്കെ എന്തോ ഇവിടെ കാണിക്കുന്നത്, ഇവന്മാരിയിരിക്കുന്ന ഇവനൊക്കെ വലിയ സംഭവമാണെന്നാണ്. ഇവനൊക്കെ എന്തോ ഇവിടെ കാണിക്കുന്നത് ഇവന്മാർ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണാം. ഇതേ കണക്ക് മോശമായിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകളില്ല, വളരെ വളരെ മോശം, വെറും വൃത്തികെട്ടവന്മാർ. ഇവന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്നിട്ട് വലിയ സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നൂറായ ആദിലയിൽ ആരെങ്കിലും ഔട്ടാവും. പിന്നെ എന്തായാലും രേണു സുധീനെ ഇനി എന്തുകൊണ്ടാണ് രേണു സുധി ഔട്ടാവത്തില്ലെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആര്യനൊക്കെ ഒന്നാം സ്ഥാനത്ത് അവരുടെ കണക്കൂട്ടലേ, ആര്യനൊക്കെ ബിന്നിയൊക്കെ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തും ഒക്കെ ഇന്ന് ആദില ഓർ നൂറ ഔട്ടാവുമെന്ന് പറയണേ. ഇപ്പം ഞാൻ പറയണേ ആദിലയും നൂറയും ഔട്ടാവത്തില്ല, ഔട്ടാവാൻ പോകുന്ന ആര്യനാണ്. ആര്യൻ അല്ലെങ്കിൽ രേണു സുധി, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലുമാണ്. ആര്യനാണ് ഔട്ടാവുന്നത്, രേണു സുധി ഔട്ടാവില്ല. കാരണം ഒരാളെയാണ് എവിക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആര്യനാണ് എവിക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ രേണു സുധി. ഞാനത് നാളെ ഇടാം, ഒന്നും കൂടി കൺഫേം ആക്കിയിട്ട് നാളെ ആ വീഡിയോ ഇടാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. അതിന് ശേഷം പിന്നീട് അവർക്ക് കഞ്ഞി കൊടുത്തപ്പോൾ ഭയങ്കര ഒരു ടാസ്ക് കൊടുക്കണേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഇവന്മാർ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഏറ്റവും ഈ ബിഗ് ബോസ് സീസൺ 7 7ൻ്റെ പണിയുള്ള ഈ സീസണിലെ ഏറ്റവും കാഠിന്യം കുറഞ്ഞ ടാസ്ക്കാണ് ഇന്ന് അവർക്ക് കൊടുത്തത്. കാരണം ബിഗ് ബോസിന് മനസ്സിലായി അവർ അത്രയ്ക്കും വലിയ തെറ്റൊന്നും ചെയ്തിട്ടല്ല അവർ ജയിലിൽ പോയി. അവരവരുടെ നിലപാടുകൾ പറഞ്ഞു. പിന്നെ അടിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണെങ്കിൽ അവൾ അനുമോൾ ടിഷ്യൂ എടുത്ത് അവളുടെ ചുണ്ടിലേക്ക് വെക്കാൻ ഭാവിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആര്യ ഇവൾ പിടിച്ചൊരു ഒറ്റ തള്ളാണ്. അതാണ് ഫിസിക്കൽ അസാൾട്ട്. ആ തള്ളിന് ആ പെണ്ണി എന്ന് അടിയിലോട്ട് തെറിച്ച് വീഴിയ പാതകത്തിൽ ചെന്ന് തലയടിച്ചായിരുന്നു, തല തകർന്നു പോയേനെ. അത്രമാത്രം തള്ളാണ് തള്ളിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജയിലിൽ കൊടുക്കേണ്ടത് ഈ രണ്ടുപേരും ജയിലിലിടണമായിരുന്നു. അപ്പോൾ അനീഷിനെ ജയിലിടേണ്ട ആവശ്യമില്ലെന്ന് അങ്ങനെ അതിൻ്റെ പേരിലായിരുന്നെങ്കിൽ. എന്തുകൊണ്ടാണ് പിന്നെ കാരണം ഇവരൊരു ഗ്രൂപ്പിസത്തിൻ്റെ പേര് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ് വള്ളി കളശങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പിന്നെ ജയിലിലടച്ചു. അപ്പോൾ ബിഗ് ബോസിന് അത് കൃത്യമായിട്ട് മനസ്സിലായി. ബിഗ് ബോസ് വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ടാസ്കിൽ ലേലു അല്ലു ഞങ്ങളെ തുറന്നു വിടൂ, എന്നെ തുറന്നു വിടൂ എന്നുള്ള ഒരു സ്ലിപ്പ് നമ്മൾ ഇതുണ്ടല്ലോ ഒട്ടിക്കാൻ, അത് എഴുതുക ഒട്ടിക്കുക അങ്ങനെ ഇത് 10,000 എണ്ണം കാണും. അത്രയേ ഉള്ളൂ, വളരെ കുറവാണ്. ഇപ്പോൾ അത് തീരും. ഒരു 2-2.5 മണിക്കൂർ ചെയ്യാനുള്ള ടാസ്കേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ്. നല്ല കഞ്ഞിയും ചമ്മന്തിയൊക്കെ കൊടുത്തു, അതൊക്കെ കഴിച്ചു. എന്നിട്ട് വന്ന് ഇവരെ കൊതിപ്പിക്കാൻ വേണ്ടി ചിക്കൻ കറിയും ചപ്പാത്തിയുമാണ് ഞങ്ങൾ കഴിച്ചത്, ഉരുളൻകിഴങ്ങ് കറിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജിസേൽ അമ്മായി എവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ പിള്ളേർ ഇവരുടെ അടുത്ത് കൊണ്ടുവച്ചാൽ കഴിച്ച് അവർ പറഞ്ഞു ഭയങ്കരമായ എരിവ്, വായിൽ തൊടാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ കഞ്ഞിയും ചമ്മന്തിയും തന്നെയാണ് ഏറ്റവും നല്ല ഭക്ഷണം. എന്തായാലും അത് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് വന്നിരുന്ന് വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. ഷാനവാസൊക്കെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി, ഷാനവാസ് ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. എന്നിട്ടും ഷാനവാസ് വന്നിരുന്ന് വളരെ മോശമായിട്ട് ജയിലിരുന്നു. അതേപോലെ കോടന്നൂർ അവർ അനീഷിൻ്റെ നാട്ടിനെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. ഒരു നാടിനെയും നമ്മളൊരു കുറ്റം പറഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ അത് വളരെ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോകും. ഇത് അനീഷിന് ഇത്രയും വിവരമില്ലേ? കോടന്നൂർ അവനവൻ്റെ നാടിനെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാവും പറഞ്ഞത് ഇത് വളരെ കോടന്നൂർ എന്ന് പറയുന്ന നാട് മോശമായി മറ്റേതാണ് മറിച്ച്. അതൊക്കെ എന്തിനാണ് പറയുന്നത്? അവനവൻ്റെ നാടിനെക്കുറിച്ച് വർണ്ണിക്കുന്നു. അവൻ്റെ നാട് അവന് ജീവനാണ്, അവനൊരു കർഷകനാണ്. അപ്പോൾ കർഷകരാണ് അവർ പാരമ്പര്യമായിട്ട് ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ നാട്ടിനെ പറഞ്ഞു. ഇവനെന്തിനാണ് അത് വെച്ച് പറയുമ്പോൾ ഇവന് നെഗറ്റീവല്ല, അതും പറയുന്നു. നീ മോശമാവുമേ, നീ നെഗറ്റീവാവും എന്ന് പിന്നെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് ഇങ്ങനെ അവരെ ഇരുന്ന് വീണ്ടും മറ്റവർ ചെയ്ത് കണക്കന്നെ വെറുതെ ഇരുന്ന് കുത്തുന്ന ജയിലിൽ കിടക്കുന്നവരെ എന്ത് മോശമാണ്. ഇപ്പോൾ എന്തായാലും ഈ ടാസ്ക് കണ്ടപ്പോൾ എല്ലാത്തിൻ്റെയും കിളി പറന്നു. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. കാരണം ബിഗ് ബോസ് വളരെ ചെറിയ ടാസ്ക് അല്ലേ കൊടുത്തത്, അതിൻ്റെ വിഷമത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഹൗസിലുണ്ട്. ആ പാട്ടും ഡാൻസും നാടകവും എല്ലാം പിന്നെ എന്താ പറയുക, ആ ടാസ്ക് ഇവർക്ക് കൊടുത്തതോടുകൂടി അങ്ങ് ഒഴിവായി. എന്തായാലും രണ്ടുപേരും ജയിലിൽ ടാസ്ക് ചെയ്യുന്നുണ്ട്. ഗൈസ് ഇത്രയൊക്കെയുള്ളൂ ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ 11